സ്വാഭാവികമായും ഈ വെളിച്ചപ്പാടൻ പ്രവേശിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നതെന്ന ഒരു ധാരണ ചില സമയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ചിന്ത മുമ്പിലേക്ക് ഡെവലപ്പ് ചെയ്ത് പോയാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് നന്നായി പ്രസംഗിപ്പിക്കുമായിരിക്കും, പ്രവചിപ്പിക്കുമായിരിക്കും, അത്ഭുതങ്ങൾ നടത്തുമായിരിക്കും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും. ആ ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിവില്ലാതെ ചിലപ്പോഴെങ്കിലും ഞാനാണത് ചെയ്യുന്നത് എന്ന ഒരു ചിന്തയിലേക്ക് പിശാച് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകുന്നതും അതുവരെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ പിശാച് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും. അത് അത്ഭുതമായാലും പ്രസംഗമായാലും എല്ലാം. അപ്പോൾ ഇതിനിടയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോയ കാര്യം ഈ വ്യക്തിക്ക് അറിയാൻ സാധ്യത കുറവാണ്. അതറിഞ്ഞാൽ വിജയിച്ചു. അപ്പോൾ പിന്നീട് നമ്മൾ പരിശുദ്ധാത്മാവില്ലാതെ നേരത്തെ പരിശുദ്ധാത്മാവ് തുടങ്ങി വച്ച വേലകൾ, അത്ഭുതമായാലും അന്യഭാഷയായാലും പ്രവചനമായാലും വീര്യപ്രവൃത്തിയായാലും എല്ലാം, പ്രസംഗമായാലും എല്ലാം പിശാച് കൃത്യമായി നമ്മൾ നിർവഹിക്കും. അതിനെയാണ് നമ്മൾ വെളിച്ചപ്പാടൻ എന്ന് പറയുന്നത്. വ്യക്തമായി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പെന്തക്കോസ്തുകാരെ നിങ്ങൾ കേട്ടോളൂ, ഞാനും പെന്തക്കോസ്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. ഇത് അവസാനം വരെ കേൾക്കണം, കേട്ടിട്ട് കമന്റ് ചെയ്യണം. അടകൻ ചൗറങ്ങ അടക ജിഗാൻ ഒന്തുനാറ് ബിജുവാദികൾ ഇളക്കിത്തല്ലേ എനിക്ക് വ്യാഖ്യാനിക്കും. ഞാൻ പറയുന്നത് എനിക്കറിഞ്ഞൂടെ, ഇതുവരെ പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ കളിയാക്കണല്ല, എനിക്കറിയില്ലെങ്കിൽ ഞാനും വെച്ച് നിർത്തി. അന്യഭാഷ സംസാരിക്കുന്നവൻ നിശ്ചയമായും വ്യാഖ്യാനിക്കുകയും നിശ്ചയമായും പ്രവചിക്കുകയും ചെയ്യും. ദാനിയേൽ ഇടിയൻ ചിറ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പ്രായമുണ്ട്. അദ്ദേഹം അന്യഭാഷകളുടെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അപ്പച്ച 19-75 വയസ്സ് വരും, നല്ലൊരു ആയുസിനെ പാഴാക്കിയല്ലോ. ഈ ബുക്ക് എഴുതി ആർക്ക് എന്ത് പ്രയോജനം, ആർക്ക് വിളിച്ച എന്ത് പ്രയോജനം, ജീവിതം പാഴായല്ലോ. വല്ലപ്പോഴൊക്കെ വിളിക്കുമ്പം വയസ്സായ ആളെല്ലാം എടുക്കാറുണ്ട്. ഇടയ്ക്കൊരിക്കൽ വിളിച്ചു, അന്യഭാഷകൾ വ്യാഖ്യാനങ്ങൾ നമ്മൾ നടത്തി. അപ്പോഴാദ്യം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കുറേ അന്യഭാഷ പറയാൻ. ആദ്യം എൻ്റെ അടുത്ത് അന്യഭാഷ പറയാൻ പറഞ്ഞു. ഞാൻ അന്യഭാഷ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു. നല്ല കാര്യം. റൂഢപറേ ഹത്തനെ ജഗരകം. അദ്ദേഹം പറയുന്നു, ദൈവത്തിൽ വളരുക, ആത്മാവിൽ വളരുക, ദൈവശക്തിയെ പ്രാപിക്കുക. റൂഢിബാനഗജേ രഗത്തുനാനമസി ഹടകന്ധൂരബന്ധം. ദൈവം നിന്നെ വൻകരകളിലേക്കൊക്കെ എന്തൊക്കെ പറയുന്നത് കേട്ടു. ഇനി ഇതിലൊരു സുഖം എനിക്കില്ല. ഇനി അടുത്ത് തിരിച്ച് അദ്ദേഹം അന്യഭാഷ പറയും, ഞാൻ വ്യാഖ്യാനിക്കുന്നു. അദ്ദേഹം പറയുന്ന അന്യഭാഷ ഉടപറഹംതുനാരകഷേടകനഗതി. ഞാൻ പറയും, ദയവായി ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ നിങ്ങളും തയ്യാറാവുക. അദ്ദേഹം വീണ്ടും പറയുന്നു, ഞാൻ അന്യഭാഷകൾ പറയുന്നു, ഞാൻ വ്യാഖ്യാനിക്കുന്നു. ഞാൻ പറയുന്നു, ഇനി മേലല്ലെങ്കിൽ അന്യഭാഷയുടെ പുസ്തകം എഴുതാതെ ബൈബിൾ വചനം വായിച്ച് ഗ്രഹിക്കുന്ന ആത്മാവ് നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ പറയാതെ കളിയാക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം പോയി. അന്യഭാഷ സംസാരിക്കുന്ന ഒരുവന് അതിനെ വ്യാഖ്യാനിക്കുവാനും കഴിയും, പ്രവചിക്കുവാനും കഴിയും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അന്യഭാഷ എന്ന് പറയുന്നത് എല്ലാ വരങ്ങളുടെയും എല്ലാ ഗിഫ്റ്റുകളുടെയും താക്കോൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നിസ്സാരമായ ഒന്നല്ല. നമ്മൾ ഈ പറയുന്ന അന്യഭാഷ എന്ന് പറയുന്നത് വിക്കി പറയുന്ന അധരങ്ങളിൽ തുടങ്ങുന്ന നമ്മുടെ ആ ഭാഷ എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. ആദ്യം അത് ശബ്ദങ്ങളായിട്ട് വരുമെങ്കിൽ പിന്നീട് അത് വാക്കുകളായിട്ടും ഭാഷകളായിട്ടും നമ്മളിൽ നിന്നെല്ലാം അത് വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയാവും. നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ട്, അത് അല്ലയോ, അനുഭവം ഉണ്ട്. അപ്പൊ കിട്ടാത്തവർ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ വിവിധ തരം ഭാഷകളാല് അങ്ങ് നിറയ്ക്കണം. എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയായിരിക്കണം. വിവിധ തരം ഭാഷകൾ പറയാനായിട്ട് എന്നെ സഹായിക്കണം. പറഞ്ഞാൽ മാത്രം മതിയോ? വ്യാഖ്യാനിക്കണം. നമുക്കത് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ അപ്പനും മക്കളും കൂടി സംസാരിക്കുന്ന ആ ഭാഷ എന്തോന്നാണെന്ന് നമുക്ക് അറിയണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകളാണ് നമ്മുടെ നാവിലൂടെ ദൈവം തരുന്നതെങ്കിൽ അത് മറ്റു മനുഷ്യർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതല്ലേ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്? അവിടെ കൂടെ നിന്നവർക്ക്, കേട്ടുകൊണ്ട് നിന്നവർക്ക് ഇവർ ദൈവത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെയുള്ള ഭാഷകളുണ്ട്. ഇനി ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷകളുണ്ട്. അത് ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇനി സ്വർഗത്തിൽ പൗലൂസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ കേട്ട ഉച്ചരിച്ചു കൂടാൻ പറ്റാത്ത ഭാഷയുണ്ട്. അങ്ങനത്തെ ഭാഷയുണ്ട്. 4, പരിശുദ്ധാത്മാവ് ഇന്റർസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഞരക്കങ്ങളാകുന്ന ഭാഷകളുണ്ട്. അത് ഞാൻ പറഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം 8 അതിന്റെ 26 വാക്യം മുതൽ വായിക്കുമ്പോൾ അത് കാണാം. ഇന്നലെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു സ്വകാര്യ ഭാഷയുണ്ട്. എന്റെ ജീവിതത്തിൽ ഈ 5 കാര്യങ്ങളും ദൈവകൃപയാൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ പറയുന്നത് എനിക്കത് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോസിബിൾ ആയില്ലേ? അല്ലേ ബ്രദർ? എന്ത് പറയുന്നു? ആവും.
ഇന്ന് എനിക്ക് അത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയും. അതിന് നമുക്കൊരു ദാഹം ഉണ്ടാവണം. പൗലൂസ് പറഞ്ഞു 1 കൊരിന്ത്യർ 14:12 വ്യാഖ്യാനിയില്ലെങ്കിൽ മിണ്ടരുത്. ഞാൻ അതോടെ തിരുത്തി. കേരളത്തിൽ 95% പെന്തക്കോസ്തിലെ പാസ്റ്റർമാരും പൈശാചിക ഭാഷയാണ് അന്യഭാഷയായിട്ട് പറയുന്നത്. യേശുവിൻ്റെ ആത്മാവിൻ്റെ അല്ല. പൈശാച് അവരെ മേൽ കൊടുത്തത് അവരുടെ കുടുംബം തകർന്നു. മറ്റുള്ളവരുടെ കുടുംബം തകർക്കാനും മറ്റുള്ള പയ്യന്മാരുടെ ഭാവി ഇല്ലാതാക്കാനും ഇതുപോലെ ഗോതയിൽ കയറ്റി കളിക്കുന്ന അന്യഭാഷകൾ. അട്ടർ ഫുളിഷ്നെസ്. പെന്തക്കോസ്തിനെതിരെ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയമാണ് അന്യഭാഷ. അന്യഭാഷ എന്നൊന്നില്ല എന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. ഇനി ആ മനുഷ്യൻ ഈ അന്യഭാഷയെ ഇത്ര വികൃതമാക്കി കാണിച്ചപ്പോൾ ശരിക്കും പിന്നീട് ഒന്നുകൂടി ഈ അന്യഭാഷ എന്ന വിഷയം മലയാളിയുടെ മുൻപിൽ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ അതിന് ഐ തന്നെ മറ്റൊരു എപ്പിസോഡ് കൂടി പുറത്തുവിട്ടിരുന്നു. അത് ഒരു പ്രൊഫസർ വത്സൻ തമ്പു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ വ്യാഖ്യാനമാണ്. അതിൽ സുനിൽകുമാർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മുഴുവൻ ഈ സാറിൻ്റെ പഠനം മാത്രം. അതിനവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അന്യഭാഷ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നാണ്. ആ ടൈറ്റിൽ വേണ്ടിയിരുന്നില്ല. കാരണം തമ്പു സാറ് പറഞ്ഞത് വചനത്തിൻ്റെ വെളിച്ചത്തിലല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തമ്പു സാർ അതിനെക്കുറിച്ച് പറയുന്ന വ്യാഖ്യാനങ്ങൾ പലതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വീഡിയോ കാണിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിൻ്റെ ലെങ്ത് കൂടും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉദ്ധരിച്ച് സംസാരിച്ച് പോയിക്കോളാം. അപ്പോൾ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് വചനാടിസ്ഥാനത്തിലാണ് തെളിയിക്കുന്നത്. വചനാടിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് വചനത്തിൻ്റെ ഒരു ഭാഗം എടുത്തിരുന്നു. എന്നിട്ട് സ്വാഭാവികമായും ബ്രദറൻകാരും ബാപ്റ്റിസ്റ്റുകാരും നൽകുന്ന ഒരു ദുർവ്യാഖ്യാനം തന്നെ ആ വിഷയത്തിൽ നൽകിക്കൊണ്ട് തമ്പു സാറ് തലയുരുകയും ചെയ്തു. അതിലെന്നെ ചിന്തിപ്പിച്ച കാര്യം ITIൻ്റെ മാനേജറായാലും ഈ പ്രൊഫസറായാലും ആ കൃത്യം കിട്ടിയ ലുക്ക് പോയിന്റ് അന്യഭാഷ ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മുതലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ പലരും ഇങ്ങനെ കോൺടാക്ട് ചെയ്തു, ഇതിൻ്റെ വിശദീകരണം പറയണം. കാരണം എന്നോട് പറഞ്ഞ എല്ലാവർക്കും ഇതിൻ്റെ വിശദീകരണം അറിയാം, പക്ഷേ അവർക്ക് പറയുവാനുള്ള പ്ലാറ്റ്ഫോം ഇല്ല. ഇപ്പോൾ ദൈവം കൃപയാൽ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നിരിക്കുന്നത് കൊണ്ട് അവരെന്നെ നിർദ്ദേശിച്ചു ഇതിന് വ്യക്തമായ ബൈബിൾ വെളിച്ചത്തിലുള്ള വിശദീകരണം നൽകണം. ചിലപ്പോൾ ഓരോ എപ്പിസോഡ് കൊണ്ട് ഇത് കഴിഞ്ഞു എന്ന് വരില്ല, എങ്കിൽ ഒരു എപ്പിസോഡ് കൂടി ഞാൻ എന്ത് ചെയ്യും. അത് മാത്രവുമല്ല, വെളിച്ചപ്പാടിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് സംസാരിച്ചപ്പോൾ ആ വീഡിയോയുടെ കീഴിലും കമൻറ്റ് ബോക്സിൽ അനേകം ബ്രദറൻ ചായ്വുള്ളവർ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് മാറിപ്പോകും, അതുകൊണ്ട് അന്യഭാഷ മാറിപ്പോയി എന്ന് പറഞ്ഞ് താണ്ഡവ നൃത്തം നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഇച്ചിരി യാത്രകളിലായിപ്പോയി, അതുകൊണ്ട് അതിന് ഉടനെ മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ദിവസം തമ്പു സാറിൻ്റെ വീഡിയോ കൂടി വന്നു, അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. ഈ വിശദീകരണം കേൾക്കുന്നവർ ദയവായി മുഴുവൻ ഭാഗങ്ങളും ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഇത് വളരെ അത്യാവശ്യമായി ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. തിയോളജിക്കൽ ഫോർമാറ്റിൽ ഞാൻ ചെയ്യുന്നില്ല, കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വിരസത അതിനകത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഞാൻ പിന്നെ ചെയ്യാം, പക്ഷെ അത് ഒരു ഡ്രൈ സബ്ജക്റ്റ് ആയിരിക്കും. അത്ര ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങളിത് മുഴുവൻ വീഡിയോ സമാധാനമായി കേൾക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ പലവട്ടം കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ, അതുകൊണ്ട് പലവട്ടം കേൾക്കാനും തയ്യാറാകണം. ഇവിടെ അന്യഭാഷ നമ്മൾ ആദ്യമായി കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണാനന്തരം കർത്താവ് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും, അപ്പോൾ നിങ്ങൾ പോയി എൻ്റെ സാക്ഷിയാകണം. ആ വാക്കിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായി കൂടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ കൂടിയിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ മുകളിൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരികയാണ്. അതിങ്ങനെയാണ് ലൂക്കോസ് എഴുതുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർദ്ധരും മേദ്യരും ഏലാമ്യരും മൊസപ്പൊത്തോമിയയിലും യഹൂദിയയിലും കപ്പദോക്കിയയിലും പെന്തോസിലും ആസയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും
റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. യേശു പറഞ്ഞ വാക്കനുസരിച്ച് ശിഷ്യന്മാർ മറിയ അടക്കം ആ മൽക്കോസിൻ്റെ മാളിക മുറിയിൽ കൂടിയിരിക്കുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദമുണ്ടാകുന്നു. അവരിരുന്നിരുന്ന സ്ഥലത്ത് ആ സാന്നിധ്യം ഇറങ്ങി വന്നതായി വിശദീകരിക്കുന്നു. പിന്നീട് ഒരിക്കലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇങ്ങനെ കൊടിയ കാറ്റിൻ്റെ ശബ്ദമൊന്നും ഉണ്ടായിട്ടുള്ളതായി നമ്മൾ കാണുന്നില്ല. അപ്പോഴത് ആദ്യത്തെ ഇൻസിഡൻ്റ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ വരവ് ആ ഒരു നിലയിലാണ് നമ്മൾ കാണുന്നത്. അവിടെ കൂടിയിരുന്നവരുടെ മേൽ ആത്മാവ് വന്നു. അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഇത് അവിടുത്തെ മാത്രം ഇൻസിഡൻ്റ് ആണ്. പിന്നീട് ഒരിക്കലും നമ്മളത് കാണുന്നില്ല. അടുത്ത് പറയുന്നത് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചത് അവരല്ല, ആത്മാവ് അവരുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ആത്മാവ് അവരുടെ മേൽ വന്നു, അവർ ആത്മാവിനാൽ നിറഞ്ഞു. Then that Holy Spirit began to talk through them. അവരുടെ നാവുകളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അതിനൊരു പ്രത്യേകത, ചുറ്റുപാടുമുള്ള യഹൂദന്മാർ പെരുന്നാളിനോടനുബന്ധിച്ച് അവിടേക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ വല്ലാത്ത ശബ്ദം കേട്ട ആൾക്കാർ ഓടി വന്നു. അതിൻ്റെ അർത്ഥം എല്ലാവരും ഈ ശബ്ദം കേട്ടു, കേൾക്കത്തക്ക നിലയിലാണ് പരിശുദ്ധാത്മാവ് വന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെ വരുന്നില്ലല്ലോ. അങ്ങനെ എല്ലാവരും കേൾക്കത്തക്ക നിലയിൽ വന്നു, എല്ലാവരും കാണത്തക്ക നിലയിൽ അഗ്നിനാവുകൾ പ്രത്യക്ഷപ്പെടുന്നു, എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ അന്യഭാഷ അവിടെ കൂടി വന്നിരുന്ന ജനത്തിൻ്റെ വെർണാക്കുലർ ലാംഗ്വേജുകളായിരുന്നു. അപ്പോൾ അക്കാര്യമാണ് ഇപ്പോൾ അന്യഭാഷ ഇല്ല എന്നതിന് തെളിവായി മിക്കവാറും ആൾക്കാർ എടുത്തുദ്ധരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. തിരുവെഴുത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്യഭാഷ ഒന്ന് ആദ്യത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരവിൽ കാണുന്ന മറ്റടയാളങ്ങളോടൊപ്പം തന്നെ ഈ അടയാളവും പ്രസക്തമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ പറഞ്ഞ കാറ്റിൻ്റെ ഒച്ച കേൾക്കുന്നില്ല, തീയുടെ നാളം കാണുന്നില്ല, ഇടിമുഴക്കം കാണുന്നില്ല. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന മറ്റുള്ളവരുടെ ഭാഷയായി തിരിഞ്ഞും കാണുന്നില്ല. അതുകൊണ്ട് ആ ഭാഷയുടെ കാര്യം മാത്രം എടുക്കരുത്, മുഴുവൻ കാര്യം എടുക്കണം. ഒരു കാര്യം മാത്രം അർത്ഥം മാറ്റിയിട്ടതേ ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ പറയുന്ന ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ബ്രദറൻകാർ പറയുന്ന മറ്റൊരു ആവശ്യം, ഇപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെ വരുന്നില്ല. കർത്താവിനെ രക്ഷകൻ എന്ന് പറയണമെങ്കിൽ ആത്മാവിനാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇപ്പം അങ്ങനെ ന്യൂട്രൽ ലൈനിൽ പോവുകയാണ്, ഇപ്പം അങ്ങനെ ആരും വരുന്നില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞോളാം, ഇപ്പം ഞാനത് പറയുന്നില്ല. ആ ഭാഗം തൽക്കാലം അവിടെ നിൽക്കട്ടെ. അന്ന് അന്യഭാഷ അവിടെ ഉണ്ടായത് മറ്റുള്ളവർക്ക് അടയാളത്തിനായിട്ടാണ്. രണ്ട്, മറ്റുള്ളവർക്ക് മർമ്മങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. അത് കൃത്യമായും അന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് വന്നെടുത്ത് തന്നെ ആത്മാവ് അവരുടെ ഭാഷയിൽ സംസാരിക്കുകയാണ്. പിൽക്കാലത്ത് കൃപാവരങ്ങൾ വ്യത്യസ്ത നിലകളിൽ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരാൾ അന്യഭാഷയിൽ പറയുകയും മറ്റൊരാൾ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് പോലും പൗലോസിൻ്റെ കാലത്ത് അന്യഭാഷ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഗ്രഹിക്കാൻ. അപ്പോൾ ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നതുകൊണ്ട് അതേ രീതിയിൽ തന്നെ എല്ലാ കാലത്തും ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനമോ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയകളോ അന്യഭാഷയുടെ വെളിപ്പാടുകളോ ഒന്നും തന്നെ അങ്ങനെ നമ്മൾ തിരുവെഴുത്തിൽ എങ്ങും കാണുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ സെക്കൻഡ് ഇൻസിഡൻറ്റ് നമ്മൾ 10-ാം അധ്യായത്തിലാണ് കാണുന്നത്. 10-ാം അധ്യായത്തിലെ രംഗം ശ്രദ്ധിക്കുക. അവിടെ എങ്ങനെയാണ് പറയുന്നത്? കൊർന്നലിയോസിന്റെ വീട്ടിൽ പത്രോസ് ക്ഷണിക്കപ്പെടുന്നു. അവിടെ പത്രോസ് പ്രസംഗിക്കുകയാണ്. ആദ്യമായി യഹൂദന്മാരിൽ നിന്ന് മാറി ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുകയാണ്. അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പത്രോസിന്റെ ദർശനം വരെ കൊടുത്താണ് കൊർന്നലിയോസിന്റെ അടുക്കലേക്ക് വിടുന്നത്. ഏതായാലും പത്രോസ് കൊർന്നലിയോസിന്റെ വീട്ടിൽ ചെല്ലുന്നു. യഹൂദന്മാരെയും ജാതികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുഖപക്ഷമില്ലാത്ത ദൈവത്തെക്കുറിച്ച് വളരെ പ്രൗഢഗംഭീരമായി പത്രോസ് സംസാരിക്കുകയാണ്. ആ സംസാരം അങ്ങോട്ട് കഴിയുമ്പോൾ 10-ാം അധ്യായം 44-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു: ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മറ്റൊരു വിഷയമാണ്. ഇവിടെ നിന്നും ഈ പ്രൊഫസർ എടുത്ത് സംസാരിച്ചത് എന്നെ വാസ്തവത്തിൽ വിസ്മയിപ്പിച്ചു. കാരണം ഇവിടുത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ട് വിസ്മയിച്ചു. ഈ വാക്കെടുത്തിട്ട്
ഈ മനുഷ്യൻ പറഞ്ഞത് 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവ് ആ നിലയിലായിരുന്നുവെങ്കിൽ 10-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ ഇത് വെറും വിസ്മയമായി മാറിയെന്ന്. എനിക്കത് കേട്ടപ്പോൾ വാസ്തവത്തിൽ വിസ്മയം തന്നെയാണ് തോന്നിയത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന പ്രൊഫസർ എന്ന ആ സ്ഥാനപ്പേരിനെങ്കിലും യോജിച്ച നിലയിൽ അദ്ദേഹം സംസാരിക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം ട്യൂൺ ചെയ്ത് വച്ചിരിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അദ്ദേഹത്തിനാവില്ല. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ചെകുത്താൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ പ്രധാനമായി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുന്നത് അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നിന്ന് നാം 10-ാം അധ്യായത്തിൻ്റെ 44, 45, 46 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വലിയ വ്യത്യാസം നാം കാണുകയാണ്. എന്താണ് അവിടെ? അതായത് 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ അന്യഭാഷ അല്ലെങ്കിൽ മറുഭാഷ വരത്തിൽ കൂടെ അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ അവിടെ കൂടി വന്നിരുന്നവർ ഓരോരുത്തർ അവരുടെ ഭാഷയിൽ മനസ്സിലാക്കിയെങ്കിൽ ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ആശയം ഈ മറുഭാഷയിൽ കൂടെ ജനങ്ങളിൽ പ്രവേശിച്ചു എന്ന് സൂചിപ്പിച്ചിട്ടേ ഇല്ല. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, അത് കണ്ട് വിസ്മയിച്ചു എന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു. എന്താണ്? ഒരു പ്രാവർത്തികമായ ഉപയോഗത്തിൽ നിന്ന് ഒരു വിസ്മയത്തിൻ്റെ അനുഭവമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇത് വിസ്മയത്തിൻ്റെ ഒരു പ്രതിഭാസമല്ല, ഇത് പ്രായോഗികമായ ഒരു ആവശ്യത്തിൻ്റെ ഉപകരണമാണ്. എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് വിസ്മയത്തിൻ്റെ ഒരു ഉപാധിയാണ്. എല്ലാവരും വിസ്മയിച്ചു. ജാതികളുടെ മേൽ വന്നപ്പോൾ അതും വിസ്മയിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയും ഇത് വിസ്മയത്തിൻ്റെ ഒരു ഉപകരണമായി മാറിപ്പോയിരിക്കുന്നു. അത് പിന്നീട് ഒരു വിസ്മയം മാത്രമായി മാറി. അട്ടർ ഫുളിഷ്നെസ്. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്, 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ വന്ന ശേഷം കുറഞ്ഞ പക്ഷം 8ഓളം വർഷങ്ങൾ എത്തിയിട്ടാകാം 10-ാം അധ്യായത്തിൽ നടക്കുന്നതെന്നാണ് ചിലരുടെ ചിന്ത. എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ. യഹൂദന്മാരിൽ മാത്രമേ ഈ രക്ഷ ഉണ്ടാകൂ എന്നും അവരിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് ലഭ്യമാകുന്നത് എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന യഹൂദന്മാരെ പത്രോസിന് കർത്താവ് സ്പെഷ്യൽ ദർശനം കൊടുത്ത് കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് അയാൾ പ്രസംഗിക്കുമ്പോൾ ജാതികളുടെ നടുവിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് കാണുമ്പോൾ അത് കണ്ടാണ് അവർ വിസ്മയിച്ചത്. അയ്യോ, ജാതികളും ആത്മാവിനാൽ നിറഞ്ഞു. അത് കണ്ടാണ് വിസ്മയിച്ചത്, അല്ലാതെ അന്യഭാഷ കേട്ട് വിസ്മയിച്ചതല്ല. അന്യഭാഷ ഒരു വിസ്മയമായി മാറിയതല്ല. അതൊന്നും 2-ാം അധ്യായത്തിലും ഈ വിസ്മയം സംഭവിച്ചു. 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി, ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. അപ്പൊ അമ്പരപ്പും ഭ്രമിക്കലും ആശ്ചര്യവും ഒക്കെ 2-ാം അധ്യായത്തിലും സംഭവിച്ചു. കണ്ണിന് തിമിരം ബാധിച്ചത് കൊണ്ട് പ്രൊഫസർ അത് കണ്ടില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് വാക്കുകൾ ബൈബിൾ വലിച്ചതിലാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു റീഡ് thoroughly. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പാവം ജനത്തെ കബളിപ്പിക്കുന്ന പരിപാടി ദയവായി അവസാനിപ്പിക്കണം. അത് പണ്ടേ കാലം വളരെ ഈസിയായി നടന്നിരുന്നു. കാരണം എല്ലാവർക്കും ദുരുപദേശം പഠിപ്പിക്കുവാൻ അവരുടെ തന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ടായിരുന്നതുകൊണ്ട് അതിനകത്ത് അവർ പറയുന്നതിനാണ് വേദവാക്യം. അതിൻ്റെ മേളും കീഴും വായിക്കാൻ പോലും അവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് പോലും അവസരം കൊടുക്കാതെ അവരെ മുഖമടച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ഇവരും അവലംബിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമല്ല ഇവരുടെ പഠിപ്പിക്കലും. മുകളും കീഴും വായിച്ചാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കത്തേ ഉള്ളൂ ഈ വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനമാണ് എന്ന് മനസ്സിലാക്കാൻ. 2-ാം അധ്യായത്തിൽ ഈ അമ്പരപ്പ് കാണുന്നുണ്ട്. പക്ഷേ 2-ാം അധ്യായത്തിൽ അമ്പരന്നതും വിസ്മയിച്ചതിൻ്റെയും ഉദ്ദേശം അവിടെ കൂടി വന്ന ജനത്തിന്റെ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പൊ എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് കന്നഡ ഒന്നും അറിയില്ല. ഞാൻ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ നോർമലി ജനം ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി നോക്കും. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ആ അമ്പരപ്പാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ കാണുന്നതെങ്കിൽ 10-ാം അധ്യായത്തിൽ കാണുന്നത് ഭാഷ ഉപയോഗിച്ചതിൻ്റെ അമ്പരപ്പല്ല. 10-ാം അധ്യായത്തിൽ കണ്ടത് യഹൂദന് മാത്രം ലഭ്യമാകാൻ ഉണ്ടായിരുന്ന അഭിഷേകമെന്ന് വിശ്വസിച്ചിരുന്നത് ജാതികളുടെ മേൽ പകരുന്നത് കണ്ടപ്പോൾ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് പോലെ അന്യഭാഷ ജാതികൾ സംസാരിക്കുന്നത് കാണുമ്പോൾ അവർ അമ്പരന്ന് പോയതാണ്, വിസ്മയിച്ചു പോയതാണ്. 2 വിസ്മയിക്കലിൻ്റെയും ഉദ്ദേശം 2ആണ്, കാരണം 2ആണ്. അത് തിരിച്ചറിയാൻ ദയവായി നമ്മൾ തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ഒരു പ്രൊഫസറും ഒരു ഡോക്ടറും നമ്മളെ തെറ്റിച്ച് കളയരുത്. മലയാളം സിമ്പിളായിട്ട് വായിക്കാൻ അറിയാന്നുള്ള എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് തിരുവെഴുത്ത് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ളത്.
ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത് എന്നാണ് എനിക്ക് ദൈവമക്കളോടായി ഓർപ്പിക്കുവാനുള്ളത്. അപ്പോൾ ഇവിടെ വിസ്മയിക്കലിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. വചനം സംസാരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ബ്രദറൻകാർ പറയുന്ന അനുസരിച്ച് യേശുവിനെ കർത്താവ് എന്നൊരാൾ പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉറപ്പായും യേശുവിനെ രക്ഷകനായി ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവുണ്ട്, പിന്നെ പ്രാപിക്കേണ്ടതില്ല. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ആത്മാവ് എക്സ്ട്രാ അവരുടെ മേൽ വരികയാണ്. അവർ അന്യഭാഷയിൽ സംസാരിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചു എന്ന് പറയുകയാണ്. ഇത് ജാതികളുടെ മേൽ വന്ന ആദ്യത്തെ ഇൻസിഡന്റ്. ഇനി ഞാൻ നേരത്തെ ഉദ്ധരിച്ച ചോദ്യത്തിന് മറുപടി ഒരു വാക്യം കൂടെ എടുത്തതിന് ശേഷം പറയാം. ഇനി നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് പോകാം. 19-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. വളരെ കൃത്യം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുടെ വ്യക്തതയുണ്ട്. ഇത് ആദ്യ നൂറ്റാണ്ടിലെ സഭയാണ്. ആ സഭയിൽ ഓരോന്നിന്റെ ഡെവലപ്മെന്റ് കാണുകയാണ്. ഇവിടെ യോഹന്നാന്റെ സ്നാനം ഏറ്റ കുറച്ച് ആൾക്കാർ പൗലോസിന്റെ അടുക്കലേക്ക് വരും. പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അത് അങ്ങനെ ചോദിക്കേണ്ട കാര്യം? ഇവരൊക്കെ പറയുന്ന പോലെ വിശ്വസിക്കണമെങ്കിൽ ആത്മാവ് വേണമല്ലോ, പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നൊരു എക്സ്ട്രാ ചോദ്യം വരേണ്ട കാര്യം? കണ്ടോ? അപ്പോൾ വിശ്വസിക്കാനുള്ള ആത്മാവിന്റെ സഹായം മാത്രം പോരാ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്റ്റേജ് വേറെയുണ്ട്. ഇതൊക്കെ ബ്രദറനും ബാപ്റ്റിസ്റ്റും ഒക്കെ ഒളിച്ചു വെക്കുകയാണ്. മറ്റുള്ളവർ ഫിലോസഫി പറയുന്നത് പോലെ ഇവർ കുറെ വചനം പറയുമെന്നല്ലാതെ ജീവന്റെ വചനം, ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി ലഭിക്കുമെന്ന് പറയുന്നു. ആ ശക്തി നമ്മുടെ മേൽ വരുന്നത് ഇവർ തടയുകയാണ്. ഇത് പൊതുജനം തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത ജനം തിരിച്ചറിയണം. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം മതി, ഹെൽപ്പ് മതി. വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വി കാൻ അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് അവർ പേഴ്സണൽ സേവിയർ. യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരൂ. പക്ഷെ ആ സഹായം കൊണ്ടല്ല നമ്മൾ മുമ്പിലോട്ട് ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം. ഈ രണ്ട് വാക്കുകളായിരിക്കും എളുപ്പം. ഒന്ന്, ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സെക്കൻഡ്, ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കൺട്രോളിനകത്താണ് കൗൺസലിംഗ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളും വരുന്നത്. അപ്പോ ഹെൽപ്പിംഗ് മാത്രം നമുക്ക് പോരാ. ദ ഫൈനൽ അതോറിറ്റി പരിശുദ്ധാത്മാവിന് കൈമാറുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിട്ട് പരിശുദ്ധാത്മാവാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്, നമ്മളല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ടോട്ടൽ നമ്മുടെ ബുദ്ധി പോലും അബലമായിട്ടാണ് നിൽക്കുന്നത്. ഹോളി സ്പിരിറ്റ് ആണ് നമ്മുടെ അകത്തിരുന്ന് സംസാരിക്കുന്നത്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ഇതിന്റെ ലെങ്ത് ഉദ്ദേശത്തിലധികം കൂടിപ്പോകുന്നു, അത് നമുക്ക് ശരിയാവില്ലല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ ഞങ്ങളത് കേട്ടത് പോലും ഇല്ല, അങ്ങനെ പ്രാപിക്കണം, അങ്ങനെ ഉണ്ടോ? ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്നത്തെ ബ്രദർക്കാരും അത് കേട്ടിട്ടില്ല, കേൾക്കാത്തതല്ല. അങ്ങനെ ഒന്നില്ലെന്ന് പറഞ്ഞ് പാവം വിശ്വാസികളെ ഇവർ കബളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതുണ്ട്, അന്യഭാഷ പറയേണ്ടതുണ്ട്, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കേണ്ടതുണ്ട്. ഗൗരവമായ ഭാഗങ്ങൾ തിരുവഴുത്തിൽ അടിവരയിട്ട് പറയുമ്പോഴും അവകളെ അപ്രസക്തമാക്കുമാറുള്ള വ്യാജ ഉപദേശങ്ങൾ കൊണ്ട് ഇവർ ജനത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി തിരിച്ചറിയുക. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. മൽക്കോസിന്റെ മാളിക മുറിയിലിരുന്ന ആദ്യത്തെ ഗ്രൂപ്പിനും കാത്തിരുന്നപ്പോൾ തന്നെയാണ് കിട്ടിയത്. 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിലും കാത്തിരുന്നവരുടെ മേൽ തന്നെയാണ് വന്നത്. 19-ാം അധ്യായത്തിൽ അവർക്ക് എന്തെന്ന് പോലും അറിയത്തില്ല. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾപ്പെട്ട സ്നാനം ഏത്? അപ്പോൾ അവർ പറഞ്ഞു യോഹന്നാന്റേതാണ്. ഒരിക്കലും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർക്ക് വിശ്വാസ സ്നാനം കൊടുക്കുകയാണ്. വിശ്വാസ സ്നാനം കഴിയുമ്പോൾ അവരുടെ മേൽ പൗലോസ് കൈവയ്ക്കുന്നു. ആത്മാവ് അവരുടെ മേൽ വരുന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നു, അവർ പ്രവചിക്കുന്നു. അപ്പോൾ ഇന്നീ പറഞ്ഞ ബാപ്റ്റിസ്റ്റും ബ്രദറൻ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നില്ല, കൃപാവരങ്ങളിലേക്കും ഇവർ പോകുന്നില്ല. അതിന്റെ ഡോർ വരെ വന്നു നിൽക്കും. എന്ന് പറഞ്ഞാൽ ഈ എഫെസോസിൽ വെച്ച് പൗലോസ് കണ്ട ആൾക്കാരെ പോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത് പ്രാപിക്കണമെന്നറിയില്ല, അതിനകത്ത് കൃപാവരമുള്ളതറിയില്ല, മറ്റൊന്നും അറിയില്ല. ജനത്തെ മുഴുവൻ കബളിപ്പിക്കുന്ന ഇത്യാദി ദുരുപദേശങ്ങളെ പൊതുജനം തിരിച്ചറിയണം. ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയല്ല, അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ വിശദീകരണം വരും. കാരണം കൊരിന്ത്യർ ലേഖനത്തിലാണ് പൗലോസ് ഇതിന്റെ ക്ലിയർ വിശദീകരണം തരുന്നത്. പരിശുദ്ധാത്മാവ് എന്താണ്, എന്തിനാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വിശദീകരണങ്ങൾ
വരുന്ന വീഡിയോസിൽ ഞാൻ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ലെങ്ത് കൂടി പോകാതിരിക്കാൻ ഞാൻ ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. വളരെ കൃത്യമായി ഇതിൽ മനസ്സിലാക്കുക, ആദ്യം പരിശുദ്ധാത്മാവ് വന്നതുപോലല്ല 10-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഓരോ നില നമ്മൾ പരിശോധിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വന്നു കഴിയുമ്പോൾ വ്യക്തമായ പ്രകടനം അന്യഭാഷയിലെ സംസാരമാണ്, കൃപാവരങ്ങളുടെ ജ്വലനമാണ്. അതിലാദ്യം കണ്ട സംഭവം പിന്നീട് ഒരിടത്തും നമ്മൾ കാണുന്നില്ല. പിന്നീട് അത് ഒരു കൃപാവരമായി ഡെവലപ്പ് ചെയ്തിട്ട് അന്യഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. അന്യഭാഷ വ്യത്യസ്ത തരമുണ്ട്, അവകൾ ഞാൻ പിന്നീട് സംസാരിച്ചു കൊള്ളാം. ഇവകൾ കൃത്യമായി മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ മുഴുവൻ നിയന്ത്രണം വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് പോലെ നയിച്ച് നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയ്ക്കെത്തുകയാണ് വേണ്ടത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചാൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിനെ നമ്മളെ സ്വർഗ്ഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ സ്വർഗ്ഗരാജ്യത്തിൽ കൊണ്ടുപോകാനാവില്ല. എൻഗേജ്മെൻറ്റ് കഴിയുന്നത് പോലെ ഒന്ന് മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെടുക എന്നതിൽ സംഭവിക്കുന്നത്. പക്ഷേ ആത്മനിയന്ത്രണത്തിലേക്ക് നമ്മൾ എത്തുന്നത് ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോഴാണ്. മുഴുവൻ നിയന്ത്രണം കർത്താവിലേക്ക് നമ്മൾ കൈമാറുന്നത്. അതുകൊണ്ട് കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. അന്യഭാഷ സംസാരിക്കുന്നവൻ നിശ്ചയമായും വ്യാഖ്യാനിക്കുകയും നിശ്ചയമായും പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ബൈബിളിൽ അതിന് തെളിവുകളുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നു, പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ഈ 3 വരങ്ങളും പരസ്പരം റിലേറ്റ് ചെയ്താണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ അന്യഭാഷ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്ന് ആരാധിക്കുമ്പോൾ നമ്മളൊരു സമയം വെച്ചിട്ടുണ്ടല്ലേ, നമ്മൾ എപ്പോഴും അന്യഭാഷ പറയില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്ന ഉടനെ അന്യഭാഷ 1 മണിക്കൂർ, അടുത്ത ആളിനെ വിളിച്ചിട്ട് അയാൾ അന്യഭാഷ പറഞ്ഞു, വേറൊരാളെ വിളിച്ചിട്ട് വേറെ അന്യഭാഷ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി ഒരു പ്രത്യേക സമയം ഇവിടെ കണ്ടെത്താറുണ്ടല്ലേ, ദൈവത്തോട് സംസാരിക്കാനും ആത്മാവിൽ നിറയാനുമില്ല. അത് അങ്ങനെ തന്നെ അതിന്റെ ഓർഡറിൽ നടക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ വ്യാഖ്യാനിക്കുന്ന ഒരുവൻ സഭയിലുണ്ടെങ്കിലും, അന്യഭാഷ വ്യാഖ്യാനിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിലും, ഞാൻ ഇവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞാൽ അയാളെ നിർത്തിയാൽ മതി, എന്താണെന്ന് പറഞ്ഞു തരും അല്ലേ. അടുത്ത ആൾ വരുന്നു, അന്യഭാഷ പറയുന്നു, എന്താണ് പറഞ്ഞതെന്ന് അയാൾ പറയുന്നു. സഭയ്ക്ക് എത്രത്തോളം ആത്മീക വർധനം ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർ എഴുന്നേൽക്കണ്ടേ? വേണം വേണം, ആരാഗ്രഹിക്കുന്നതിനായിട്ട്? നിങ്ങളെല്ലാം വേണം വേണം എന്ന് പറയുന്നുണ്ട്. ഇതിലിരിക്കുന്നവർ എത്ര പേര് വ്യാഖ്യാന വരത്തിനായിട്ട് ഇതുവരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ തരത്തുള്ളൂ. പൗലോസ് പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധനം ഉണ്ടാകാനായിട്ട് വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ ആത്മീക വർധനം സഭയ്ക്ക് ഉണ്ടാകാനല്ല ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് എങ്ങനെ എന്തേലും മനസ്സിലാവാൻ വേണ്ടിയാണ്. ഞാനിതിങ്ങനെ പറഞ്ഞ് കുറേ നാളിങ്ങനെ ആയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പിന്നെ എന്താണ് അപ്പൻ സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള കൊതി എൻ്റെ ഉള്ളിൽ അങ്ങ് ദാഹം വർദ്ധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതിനുവേണ്ടി ഞാൻ ഏകദേശമുള്ള 1 മാസത്തോളം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. സഭയ്ക്ക് ആത്മീയ വർധനം ഉണ്ടാകണം, അങ്ങനെയുള്ള കാര്യമില്ല. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കപ്പൻ പറയുന്നത് മനസ്സിലാകണമെന്നുള്ളതാണ്. എന്താ ഈ പറയുന്നതല്ലേ? ഞാൻ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ നേതാട്ടോ പറയുന്നുണ്ട്, ഇവിടെ നിന്റെ ആത്മാവ് പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആത്മീക വർധനം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ? അന്യഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ സ്പിരിച്വൽ ഗിഫ്റ്റുകളും പൊതുപ്രയോജനത്തിനായി ദൈവം നൽകിയിരിക്കുന്നതാണ്. എന്നാൽ അന്യഭാഷയ്ക്ക് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മളെ അത് സ്പിരിച്വലി വളർത്തുക കൂടി ചെയ്യുന്ന ഒരു ഗിഫ്റ്റാണ് ടങ്സ്. മനസ്സിലായോ? ബാക്കി എല്ലാ വരങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അത് മറ്റുള്ളവർക്കും കൂടി ദൈവം പ്രയോജനത്തിനാണ്, പൊതുപ്രയോജനത്തിനാണ് ദൈവം നൽകുന്നത്, നമ്മുടെ പ്രയോജനത്തിലല്ല. എന്നാൽ അന്യഭാഷയ്ക്ക് നമ്മളെ കൂടെ വളർത്താൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതിനുള്ള ഒരു കപ്പാസിറ്റി ടങ്സിൽ സംസാരിക്കുന്നവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാതെ എനിക്ക് ആത്മീക വർധന വരിക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എൻ്റെ സ്പിരിറ്റ് വളരുന്നുണ്ട്, സ്പിരിറ്റ് മാനിൽ എന്തൊക്കെയോ ഫീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മൈൻഡിലോട്ട് അത് എത്തുന്നില്ല. അതാണ് അന്യഭാഷകൾ സംസാരിക്കുന്നെങ്കിലും, കൈയടിക്കുന്നെങ്കിലും, പ്രാർത്ഥിക്കുന്നെങ്കിലും, ആരാധിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതം മാറാത്തത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതം മാറുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതം മാറണമെങ്കിൽ ഈ വ്യാഖ്യാനപരം വർക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? പറയുന്ന പിടികിട്ടോ? നമ്മുടെ ജീവിതം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഈ വ്യാഖ്യാനപരം വരണം. എന്താണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായാലേ എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുന്നുള്ളൂ. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട എഫേസ്യർ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എഫേസ്യർ 3-ാം അധ്യായം എടുത്താട്ടെ, അതിൻ്റെ 16-ാം വാക്യം, 17, 18, 19 ഇത്രയും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരുവാ കേട്ടോ.
അവൻ ആ ആ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്താൽ അതായത് ദൈവസ്നേഹത്തിന്റെ ഡയമെൻഷൻസ്, നീളം, വീതി, ആഴം, ഉയരം, ഇത് മനസ്സിലാക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഒന്ന്, ശക്തിയോടെ ബലപ്പെടണം. എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമത്തെ കാര്യം എന്താണ്? പറഞ്ഞാട്ടെ. ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്താൽ വസിക്കണം. ആര് വസിക്കണം? ക്രിസ്തു ഹൃദയത്തിനകത്ത് വിശ്വാസത്താൽ വസിക്കണം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഡയമെൻഷൻസ്, അതായത് നീളം, ഉയരം, ആഴം, വീതി, ഇത്രയും അറിയണം. പിന്നെ ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നമ്മൾ നിറഞ്ഞു വരണം. ഇത്രയും കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് ഇല്ലാതെ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹം മുഴുവനും നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? ആത്മാവിൽ നമ്മൾ ബലപ്പെടണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം, ഇതൊക്കെ അറിയണം. പിന്നെ ദൈവത്തിന്റെ നിറവിനോളം നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. എങ്ങനെ നിറഞ്ഞു വരും? എങ്ങനെ ബലപ്പെടും? എങ്ങനെ വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കും? അല്ലേ? വചനം കേൾക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കും, അല്ലേ? വചനം കേൾക്കുമ്പോൾ സംഭവിക്കും. എങ്കിലും ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളരാൻ സഹായിച്ചത് ഞാൻ പറയുന്ന അന്യഭാഷയുടെ വ്യാഖ്യാനം എനിക്ക് ലഭിച്ചപ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു ഭാഷയല്ല, പല ഭാഷകൾ പറയുന്നുണ്ട്. മുഴുവൻ ഭാഷയും വ്യാഖ്യാനിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയാം. എന്നാൽ ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഭാഷ ദൈവത്തിനുണ്ട്. മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം പറയുകയാണ്. നിങ്ങൾ ഇത് വെച്ച് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നുമല്ല, ഉദാഹരണം മാത്രം. വളരെ ശ്രദ്ധയോടെ ഒരു ഉദാഹരണമായിട്ട് മനസ്സിലാക്കണം. രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളുണ്ടെന്ന് ഇരിക്കട്ടെ, കേട്ടോ. ഒരാളെ നമുക്ക് എവിടെ വയ്ക്കാം? ഒരാളെ നമുക്ക് ഡൽഹി വെക്കാം, ഒരാൾ തിരുവനന്തപുരത്ത് ഇരുന്നോട്ടെ. ഒരു പരസ്പരം ഇഷ്ടപ്പെടുന്നവരാ, സ്നേഹിക്കുന്നവരാ, കേട്ടോ. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണെന്ന് വെക്കുക. ഇവരെ സ്നേഹത്തെക്കുറിച്ച് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയില്ല എന്ന് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? മൊബൈലില്ല, ഇന്റർനെറ്റ് ഇല്ല, ഒരു ഫെസിലിറ്റീസും ഇല്ല അവർക്ക്. അപ്പൊ അവർക്ക് തമ്മിൽ സംസാരിക്കണം. അപ്പൊ അവരെന്താണ് മുൻകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്? ലെറ്റർ ഓക്കെ, കത്തെഴുതും, അല്ലേ? കത്തെഴുതി ആ മകൻ അവിടെ ഇരുന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വീട്ടിലല്ലേ വരത്തുള്ളൂ? പറ, അഡ്രസ് വെച്ചാൽ വീട്ടിലല്ലേ വരും. അപ്പൊ ആദ്യം ആര് വായിക്കും? അപ്പനമ്മയെ വായിച്ചിട്ട് മോക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പൊ അവർക്ക് സ്വകാര്യമായിട്ട് ഒരു കാര്യവും എഴുതാനായിട്ട് പറ്റില്ല. ഇത് ഉദാഹരണമായിട്ട് കണ്ടോളണേ, വേറെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് പറ്റത്തില്ല. അങ്ങനെ ആയപ്പോ ഇവരൊരു കാര്യം തീരുമാനിച്ചു, നമുക്കൊരു ലാംഗ്വേജ് അങ്ങ് ഉണ്ടാക്കാം. മനസ്സിലായോ? എ എന്ന് എഴുതുന്നതിന് ഒരു വര രണ്ട് കുത്ത്. ഇവരൊരു ലാംഗ്വേജ് ഉണ്ടാക്കുക. എ എന്ന് പറയുന്ന അക്ഷരത്തിന് ഒരു വര രണ്ട് കുത്ത്. അപ്പൊ എന്താണത്? എ ആണെന്ന് നീ എടുത്തോണം. ബി എന്ന് പറയുന്നതിന് വേറൊരു ഷേപ്പ്, ഒരു പി പോലെ വരച്ചിട്ട് അതിനകത്തൊരു കുത്ത്, ബി. ഇവൾ ഈ ലാംഗ്വേജ് അങ്ങിരുന്ന് കാണാതെ പഠിച്ചു. എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവനുമായി സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു പുതിയ ലാംഗ്വേജ് അങ്ങ് പഠിക്കുക. ഹല്ലേലൂയ. അങ്ങനെ എ തൊട്ട് ഇസഡ് വരെ ഒരു പുതിയ ഒരു അക്ഷരമാല ഉണ്ടാക്കി പിന്നെ കത്തെഴുതാൻ തുടങ്ങി. പിന്നെ ഈ അച്ഛനും അമ്മയ്ക്ക് വായിച്ച എന്തെങ്കിലും മനസ്സിലാവും? എന്തുകൊണ്ടാ? ഭാഷ മാറി. ഹല്ലേലൂയ. ലാംഗ്വേജ് മാറി. ഈ പെങ്കൊച്ചിന് വായിച്ചാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇതുപോലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു ലവ് ലാംഗ്വേജ് ഉണ്ട് സഹോദരങ്ങളെ. ഇത് പറയാനാ ഇത്രയും പറഞ്ഞത്, കേട്ടോ. അത് ദൈവത്തിനും നമുക്കും മാത്രമേ മനസ്സിലാവൂ. ഇവിടെ കിട്ടിയോ? ഞാൻ പൊതുവിൽ നിന്ന് അന്യഭാഷ പറയുമ്പോൾ ഒരിക്കലും എനിക്ക് ആ ഭാഷ വരില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവവുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വരുന്ന ആ ഒരു ഭാഷയില്ലേ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം സംസാരിക്കുന്ന ഭാഷ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:11 വ്യക്തമായി പറയുന്നുണ്ട്. വിക്കി പറയുന്ന പിന്നെ അധരങ്ങളാലും അന്യഭാഷയാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, അല്ലേ? ജനത്തോടെന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടും ആകാം, നമ്മളോടും ആകാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഷ എന്ന് പറയുന്നത് സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യൽ ലാംഗ്വേജ്.
എന്തിനാണ്? നമ്മളോട് കർത്താവിന് സംസാരിക്കാൻ, നമ്മളോട് സ്നേഹം പങ്കിടാൻ. ആ ഭാഷയുടെ അർത്ഥം നിങ്ങൾ ആദ്യം അറിയണം. അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം, കേട്ടോ. അതെന്താണ് കർത്താവ് പറയുന്നതെന്ന് അറിയണം. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. മിക്കവാർക്കും എല്ലാം തന്നെ അന്യഭാഷ കൊടുക്കുന്നവർക്ക് കർത്താവ് വ്യാഖ്യാന വരത്തിന്റെ ഗിഫ്റ്റ് കൂടി ഓൾറെഡി അവരെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കേട്ടോ. മനസ്സിലാക്കിയിടത്തോളം അവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ അവർ പറയുന്ന അന്യഭാഷയിലൊന്നും അവർ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാറില്ല. മനസ്സിനകത്തോട്ട് അത് എടുക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. എന്ത് ചെയ്യുന്നു? വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ പ്രധാനമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അന്യഭാഷ പറയണമെന്നാണ്. ഇത് തെറ്റായ ഒരു ധാരണയാണ്. അതൊന്ന് തിരുത്താനാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുകയും, മനസ്സിലായോ, ആ പ്രാർത്ഥനാ വിഷയങ്ങളെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനല്ലത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് എപ്പോഴും ദൈവഹിതപ്രകാരമാണ് പക്ഷപാതം ചെയ്യുന്നത്. അത് നമ്മൾ മറന്നുപോകരുത്. നമ്മുടെ ഹിതപ്രകാരമല്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത് വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവ് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതിനാൽ ഒരിക്കലും നമ്മുടെ ഹിതപ്രകാരമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വ്യാഖ്യാന വരത്തിലോട്ട് എത്താനായിട്ട് എളുപ്പം കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന വാക്കുകളിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ പരിശീലിച്ചു തുടങ്ങിയപ്പോൾ ആണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ വാക്കിന്റെ മലയാളം എൻ്റെ അകത്ത്, ഹൃദയത്തിനകത്ത്, കേട്ടോ, എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് ആരോ എഴുതാൻ തുടങ്ങി. ഞാൻ പറയുന്ന അതിൻ്റെ മലയാളം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതിൽ പ്രധാനമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലേ. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവാണ്, നീ എൻ്റെ പുത്രനാണ് എന്ന് പറയുന്നതാണ് ആദ്യം ഞാൻ കേട്ട പരിശുദ്ധാത്മാവിന്റെ സ്വരം. അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടതാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതെല്ലാം ബൈബിളിൽ ഉള്ളതല്ലേ, അവിടെ എവിടെയൊക്കെ ഉണ്ട്, ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് നീ എൻ്റെ വേലക്കാരിയാണ്, എൻ്റെ വേലയെല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കണം എന്ന് പറഞ്ഞ വല്ലതും ഞാൻ ചെയ്യൂ? നമ്മൾ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അന്യഭാഷയിൽ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യം ആശ്വാസമാണ്. ശരിയല്ലേ? ദൈവം അമ്മയേക്കാൾ ഏറെ ആശ്വസിപ്പിക്കുന്നവനാണ്. അതല്ലേ കുറച്ചു നേരത്തെ പാടിയത്, ഇവിടെ അഞ്ചലല്ലേ പാടിയത്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. തന്നെ വേദനിച്ച് പ്രസവിച്ച അമ്മ മറന്നാൽ പോലും ഒരമ്മയും അങ്ങനെ മറക്കത്തൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത്, എന്നാലും ദൈവം മറക്കത്തില്ല. അതുപോലെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ലഭിച്ചത് ആശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദത്തിന്റെ അർത്ഥം ഗ്രഹിച്ചാലല്ലേ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുകയാണോ? ഇനി എന്തെങ്കിലും മെസ്സേജ് തരികയാണോ? അടുത്ത ആൾക്ക് കൊടുക്കാനുള്ള ദൂത് തരികയാണോ? വെളിപ്പാടുകൾ തരികയാണോ? മർമ്മം തരികയാണോ? നമുക്ക് എന്നാലല്ലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കാര്യം പിടികിട്ടിയോ? നമ്മൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയാലേ ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ മനസ്സിനകത്തോട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വ്യാഖ്യാനം വരെ എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കതൊന്നും ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാനതൊക്കെ പ്രാപിച്ചെടുക്കുന്നേ ഉള്ളൂ. എൻ്റെ ആദ്യകാല സമയങ്ങളിൽ ഞാൻ ഈ വ്യാഖ്യാന വരം പ്രാപിക്കുന്ന സമയത്ത് എൻ്റേതല്ലാത്ത ഭാഷകൾ കേൾക്കുമ്പോൾ അതിനെ ഞാൻ വ്യാഖ്യാനിക്കുമായിരുന്നു. പിന്നെ അത് നിന്നുപോയി. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്, അതും ഞാൻ തന്നെ പറയാം. അതിന് കാരണക്കാരിയും ഞാനാണ്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്നേരം ആത്മാവിൽ വലിയ ആവേശമുള്ള ആളായിരുന്നു. മനസ്സിലായോ? ഞാൻ ഒരു പ്രയത്നവല്ലൊക്കെ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോകുമായിരുന്നു. അന്നേരം അവിടെ 5-6 വർഷങ്ങൾ കൊണ്ട് ഇരിക്കുന്നവരുണ്ട്. അവരൊക്കെ കുഞ്ഞായിട്ടാണ് അന്യഭാഷ പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോയി നിന്ന് ലാംഗ്വേജ് പോലെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ പറയാതായി. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞില്ല. പിന്നെ അവരവിടെ നിന്ന് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇതാണ് അവർ സംസാരിക്കുന്നത് എൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട് വരും. മനസ്സിലായോ? ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ അവർ വിളിച്ചിട്ട് പറയും, സഹോദരി നിങ്ങൾ ഇന്ന് സംസാരിച്ചത് ഇതാണ് കർത്താവിനോട്. അപ്പൊ അവർക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത പോലെ തോന്നും.
അങ്ങനെ തോന്നുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ എന്നെ അവരങ്ങ് അവോയ്ഡ് ചെയ്യുന്ന പോലെ ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, കർത്താവേ ഞാൻ ഇന്നലെ ചെയ്ത ആ പാപം എന്നോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവ് ഇന്റർസീഡ് ചെയ്യുന്നതാണ് അകത്ത്. ഇവരേതുകൊണ്ടോ വലിയ കാര്യം പറയുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇതാണ് ഇവർ പറയുന്നത്, ഇന്നലെ ഞാൻ ചെയ്ത പാപം എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ടല്ല, അവരെ വിളിച്ച് അവരോട് പറഞ്ഞാൽ പോലും അത് സത്യമാണെന്ന് അവർക്കറിയാം. പക്ഷെ അവരെന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. ഒന്ന് താഴാനോ, മോളെ നീ ഇതാ ദൈവസന്നിധി പറഞ്ഞത്, നിന്റെ പാപം പരിശുദ്ധാത്മാവ് ക്ഷമിക്കണേ എന്ന് പറയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇവർ അംഗീകരിക്കത്തില്ല. അവർ ചെയ്യാൻ നോക്കുന്നത് നമ്മളെ ഒതുക്കാൻ നോക്കും. മനസ്സിലായോ? നമ്മളെ എവിടെ ഒതുക്കി ഇരുത്താൻ നോക്കും. അവർ ചെയ്യുന്ന പാപം റിപ്പന്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകില്ല. പറഞ്ഞു കൊടുക്കുന്നവനെ മാറ്റിയിരുത്താൻ നോക്കും. എല്ലായിടത്തും അതുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആയപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പ എന്റെ ഭാഷ മാത്രം എനിക്ക് അങ്ങ് വ്യാഖ്യാനിച്ചാൽ മതി. പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലേ നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാകുന്നത്. ഇനി ഭയങ്കര വേദനയാണ്. അവരോടൊന്ന് പോയി പറഞ്ഞ് അവരങ്ങ് ശരിയാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളീ പോയി പറയുന്നത്. അവരെ പേഴ്സണലായിട്ട് വിളിച്ച് നിർത്തി, മോളെ ഇതാ കാര്യം, നീ അപ്പോൾ ഇനി പാപം ചെയ്യരുത്, പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്നോട് ഒരു ദേഷ്യം. ഇതെല്ലാം പബ്ലിക്കായിട്ട് സിസ്റ്റർ എങ്ങനെ അറിയുന്നു? ഞങ്ങൾ എത്ര വർഷം കൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് ഇതാ 1 മാസം കൊണ്ട് കയറി വന്ന ആൾ കൃപാവരത്തിൽ വളർന്ന് വരിക. അതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അവരെ കുറിച്ചൊന്നും പരാതിയില്ല. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. വേണ്ടപ്പ, ഞാൻ എൻ്റെ തന്നെ അങ്ങ് വ്യാഖ്യാനിച്ചോളാം. ഇനി അത് കേട്ടാലും എനിക്കങ്ങ് മനസ്സിലാവണമെന്നില്ല. സത്യം ഞാൻ പറയട്ടെ, വലിയൊരു കൃപാവരമായിരുന്നു കർത്താവ് എനിക്ക് തന്നത്. ഞാനതിനെ ഡിനേ ചെയ്തുകൊണ്ട് എനിക്കതിപ്പോൾ വർക്ക് ചെയ്യാത്തത്. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഉള്ളവരായിരിക്കരുത്. എന്നെപ്പോലെ ഒരു മണ്ടിയായി നിങ്ങൾ മാറരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെയുള്ള കൃപാവരങ്ങൾ തന്നാൽ നിങ്ങൾ ദയവായി അത് അംഗീകരിക്കുകയും അതിനൊരു വില കൊടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ദൈവം അത് തരത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാനത് കർത്താവിനോട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അന്യഭാഷകൾ എന്ന് പറയുമ്പോൾ പലതരം. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ തന്നെ ചിലർ സ്തുതിക്കുന്ന അന്യഭാഷകൾ പറയുന്നവരുണ്ട്. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, അഗ്നി സ്തംഭമായവനെ, മേഘസ്തംഭമായവനെ, ഇങ്ങനെയാണ് അവർ പറയുന്നത്. കുറച്ച് പേര് അന്യഭാഷ, അത് സ്തുതിക്കുന്ന അന്യഭാഷകളാണ്. അത് ബൈബിളിൽ തന്നെ അതിന് തെളിവുണ്ട്. സ്തോത്രം ചൊല്ലുന്ന അന്യഭാഷകൾ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ ആത്മവരമില്ലാത്തവനകത്ത് വന്നാൽ അത് മനസ്സിലാകില്ല. നിങ്ങൾ നന്നായി സ്തോത്രം ചൊല്ലുന്നുണ്ട് സത്യം, പക്ഷെ വരമില്ലാത്തവൻ തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങളുടെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? അപ്പൊ നമ്മളിത് സ്തുതിക്കുന്ന അന്യഭാഷകളുണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതുണ്ട്. ഒരിക്കലും ഒരു സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 വാക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുവാണ്. കേട്ടപ്പോൾ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ, ഈ 2 വാക്കുകൾ മാത്രമാണ് ആ സഹോദരി പറയുന്നത്. അപ്പൊ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സിസ്റ്റർ, ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ദൈവത്തോട് പറയുകയാണ്, എന്ത്? എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ. അപ്പൊ അവർ അഭിഷേകം പ്രാപിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഓപ്പൺ ആയപ്പോൾ ഉള്ള തലങ്ങളാണ്. അങ്ങനെ പലരും സംസാരിക്കുന്ന ഭാഷകൾ പലതാണ്. ഇതെല്ലാം കൂടെ ഒന്നല്ല, അതിന്റെ അർത്ഥങ്ങൾ പലതാണ്. പക്ഷെ അതൊക്കെ നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനെ ശാസിക്കുന്ന പ്രാർത്ഥനകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അപ്പൊ അത് മനസ്സിലാവും നമുക്ക്. പൈശാചിക മണ്ഡലങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന പ്രാർത്ഥന അവർക്ക് കിട്ടത്തില്ല. എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആ ഗിഫ്റ്റൊക്കെ ഒരുപാട് വീക്കായി പോയി കേട്ടോ. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ തന്നെയാണ് കാരണം. ഞാൻ പിന്നെ ശ്രദ്ധിക്കാനും അവർ പറയുന്ന വ്യാഖ്യാനിക്കാനൊന്നും ഞാൻ പിന്നീട് നിൽക്കാറില്ല. എങ്കിലും ചില സഹോദരങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, സിസ്റ്ററെ ഞാൻ പറയുന്ന അന്യഭാഷ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് കേട്ട് പറഞ്ഞു തരുമോ? ഞാൻ പറയും, സിസ്റ്റർ ഇപ്പം എനിക്ക് അങ്ങനെ പറയാനൊന്നുമുള്ള ഇതില്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് നോക്കാം. ദൈവം എന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ പറയാം. ഇങ്ങനെ പറയാനേ എനിക്കിപ്പോൾ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആരെയും ഭാഷയൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. എൻ്റെ ഭാഷ മാത്രം തന്നെയാണ് എന്നോട് ദൈവം സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുകയും അത് പറയുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരു വലിയ ഗിഫ്റ്റാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ഗിഫ്റ്റിനായി പ്രാർത്ഥിക്കണമേ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ നിരസിച്ചത് കൊണ്ട് എനിക്കൊരു വേദനയാണ് മനസ്സിലായോ? ഇനിയും കർത്താവിനോട് അപ്പ എന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കടം കൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. എങ്കിലും അത്യാവശ്യം ചിലർ പറയുന്നതിനൊക്കെ വ്യാഖ്യാനിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഇന്നും ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്തിനു പ്രാർത്ഥിക്കണം? അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനും ഒപ്പം വ്യാഖ്യാനിക്കാൻ. പിന്നെ നിങ്ങൾ ഈ അന്യഭാഷ പറയുമ്പോൾ ചുണ്ട് കൊണ്ടാണ് ആദ്യം പറഞ്ഞൊക്കെ തുടങ്ങുന്നത്. വാ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും വരുന്ന, ഉള്ളിൽ നിന്ന് എന്തുവരും? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അന്യഭാഷ പറയുമ്പോൾ വാ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നാക്കും ചുണ്ട് മാത്രം വെച്ച് പറയാനായിട്ട് ശ്രമിക്കരുത്. ആദ്യ നാളുകളിലൊക്കെ അങ്ങനെ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തന്നുണ്ട്. ഇതൊന്നും പറഞ്ഞു തരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇതെല്ലാം അതിനകത്തുള്ള സീക്രട്ടുകളാണ്. വാ തുറന്ന് പറയുക. ഞാൻ ഫാസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വയറെല്ലാം ശൂന്യമായിരിക്കും. ശരിയല്ലേ? വയറ് ഫുള്ളാക്കി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പവർഫുൾ ആയിട്ട് ടങ്സ് വരും.
ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വരുന്ന ആ ഒരു പ്രസൻസിന്. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും, എൻ്റെ ഉള്ളിൽ നിന്ന് എവിടെന്നോ ഇതിങ്ങനെ കയറി വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും എൻ്റെ ആത്മാവിലൂടെ, എൻ്റെ ദേഹിയിലൂടെ ഇത് പ്രവഹിക്കുന്നതാണ്. അപ്പോൾ അത് പ്രസൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ ശ്രദ്ധിച്ചാൽ അത് കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അകത്ത് നിന്നാണ്, അകത്തെ മനുഷ്യനിൽ നിന്നാണ് അത് പുറത്തേക്ക് വെളിപ്പെട്ട് വരുന്നതെന്ന് കൃത്യമായും നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിലോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണ് ഇത് എത്ര ദിവസം കൊണ്ട് ഈ വ്യാഖ്യാനപരം പഠിപ്പിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതങ്ങനെ വലിയ ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. എങ്കിലും ചെറിയ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒത്തിരിയുണ്ട്, കുറച്ച് മാത്രം പറഞ്ഞു തരിക കേട്ടോ. ഒരു 10 എണ്ണം പറഞ്ഞു തരാം. 1, അവൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. 2, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കും. മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ രഹസ്യം. രഹസ്യങ്ങളെ സംസാരിക്കുന്നു. 3, ഹൃദയ രഹസ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപം ഏറ്റു പറഞ്ഞ കാര്യം അല്ലേ? ഹൃദയ രഹസ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നു. ഇതിനെല്ലാം ഭാഗമുണ്ട്, ഞാൻ പറഞ്ഞു തരും. ഭാഗമില്ലാത്ത ഒന്നും ഞാൻ പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കാറില്ല. അടുത്ത കാര്യം, അവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. അതെപ്പോഴാണ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലേ? നമുക്കത് വ്യാഖ്യാനിച്ച് അർത്ഥം കിട്ടുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് കൂടുതലും. അല്ലാതെ ഒരു പക്ഷേ എഡിഫിക്കേഷൻ നടക്കുന്നുണ്ടാവും. എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. അടുത്ത കാര്യം, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പറഞ്ഞല്ലേ, സ്തുതിക്കുന്ന അന്യഭാഷകൾ, ദൈവത്തെ രാജാതി രാജാവ്, കർത്താതി കർത്താവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അന്യ ടങ്സിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഭാഷകളുണ്ട്. അടുത്ത കാര്യം, പരിശുദ്ധാത്മാവ് അവനു വേണ്ടി മനസ്സലിവോടെ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. മനസ്സിലായി? മനസ്സലിവോടെ ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയാവാം ആ സമയത്ത്. അടുത്ത കാര്യം, സർവശക്തനായ ദൈവം ഏതെങ്കിലും കാര്യങ്ങൾ അവനോട് സംസാരിക്കുകയാവാം. മനസ്സിലായി? അവന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞില്ലേ? ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു ലവ് ലാംഗ്വേജ്. ദൈവം തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ആ ഒരു ഭാഷ ദൈവത്തിന് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ഭാഷയായിരിക്കും. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, അങ്ങനെയുള്ള ഭാഷ മാത്രം ഉള്ളവൻ ദൈവത്തോടും തന്നോടും മാത്രം സംസാരിച്ചാൽ മതി. മനസ്സിലായോ? അതിനെ വ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ ഒരാൾക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് പേഴ്സണൽ ലാംഗ്വേജാ. അങ്ങനെ ഒരാൾ വന്ന് ഇവിടെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കുകയും അതിന്റെ വ്യാഖ്യാനം അവൻ പറയുകയും വേണം, എന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ലാംഗ്വേജുകൾ ഉണ്ട്. അത് ദൈവം നിങ്ങൾക്ക് തരുന്ന ഭാഷയാണ്, ദൈവത്തിൻ്റെതായ ഭാഷ. ദൈവത്തിന് എത്ര ഭാഷ വേണോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു ഭാഷ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ മില്യൺ കണക്കിന് ഭാഷകൾ എൻ്റെ കർത്താവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിലുള്ള ഭാഷകൾ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? മനുഷ്യർക്ക്, കേവലം ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് ഇത്രയും ഭാഷകൾ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ദൈവത്തിന് എന്തോ ഒരു ഭാഷ ഉണ്ടാക്കാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. അടുത്ത കാര്യം, ദൂതന്മാരോട് നമ്മൾ സംസാരിക്കുകയായിരിക്കാം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ. എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട് കേട്ടോ. പിശാചിനോട് നമ്മൾ സംസാരിക്കും അന്യഭാഷകളിൽ. അവന്റെ കിങ്ഡത്തോട്, അവന്റെ കിങ്ഡത്തിലുള്ള ഭാഷയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. ഇനി ആ സമയത്ത് എൻ്റെ ആത്മാവായിരിക്കും പ്രാർത്ഥിക്കുക, ബുദ്ധിയല്ല. ഞാൻ ഏതാണ്ട് 10 കാര്യങ്ങളോളം പറഞ്ഞു. ഇതിനെല്ലാം ബൈബിളിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഒന്നൊന്നായി പഠിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് തീരത്തില്ല. കുഞ്ഞു കാര്യങ്ങൾ ഒരു 2 കാര്യമെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, അന്യഭാഷ ഇല്ലാത്തവർക്ക് അന്യഭാഷ കിട്ടണം. പുതിയ ഭാഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഭാഷ കിട്ടണം. വ്യാഖ്യാനം വരെ ആഗ്രഹിക്കുന്നവർക്ക് വ്യാഖ്യാനം വരെ കിട്ടണം. അഞ്ജന സിസ്റ്ററിന് എന്നേ വ്യാഖ്യാനം വരെ കിട്ടേണ്ട ആളായിരുന്നെന്ന് അറിയാമോ? പക്ഷെ കിട്ടിയില്ല. എനിക്ക് എന്തുകൊണ്ടെന്ന് അറിയാമോ? ജീവിതത്തിൽ ചില സ്ട്രഗിളുകൾ വരുമ്പോൾ, എത്ര വർഷമായി കാണും അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ട്? എന്നെക്കാൾ ഏറെ മുമ്പേ വിശ്വാസത്തിൽ വന്ന ആളാണ്. എത്ര? 10 വർഷത്തിലധികമായി കാണില്ലേ? 15? അതിനൊക്കെ മുമ്പേ. ഓക്കെ, ഞാനൊരു 15 അങ്ങ് ഇടുക കേട്ടോ. 15 വർഷം കൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരാൾക്ക് വ്യാഖ്യാനപരം എന്നേ കിട്ടേണ്ടതാ കുഞ്ഞെ. സത്യമാണ്, കുറ്റപ്പെടുന്നൊന്നുമല്ല, ഞാൻ സ്നേഹത്തിൽ പറയുന്ന കേട്ടോ. നിങ്ങളൊക്കെ കർത്താവിന് ഉപകാരപ്പെടേണ്ടവരായിരുന്നു. പക്ഷെ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിശാച് നിങ്ങളെ വലിച്ചോണ്ട് പോയതുകൊണ്ട് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് സ്ട്രഗിളുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തേ നിങ്ങൾ പിണങ്ങും, പിന്നെ പ്രാർത്ഥിക്കത്തില്ല. കറക്റ്റാണ്. അത് തന്നെ ഓന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല.
ഇപ്പൊ എല്ലാം റെഡിയായി വരുവാണല്ലേ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. സ്തോത്രം. പിണങ്ങുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാതിരിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് വന്നു കയറട്ടെ, മക്കളുടെ വിഷയം ആയിക്കോട്ടെ, ജോലിയുടെ വിഷയം ആകട്ടെ, സാമ്പത്തിക വിഷയം ആയിക്കോട്ടെ, ഉടനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അന്യഭാഷ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇതെവിടെ കൂടെ ഓടി കളിച്ചോണ്ടിരിക്കുക, ഞാൻ എങ്ങനെ ആ കാര്യം തീർക്കും, ഈ കാര്യം ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്ന് പ്രസംഗിക്കാൻ പോലും പറ്റത്തില്ല. സത്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ ഈ കടത്തിന്റെ അവസ്ഥ, ഇവിടെ ഈ കാണുന്ന ഈ ഒരു ടാർപ്പ കെട്ടിയ സ്ഥലത്ത് ഇന്നലെ മഴയായിരുന്നു കൊണ്ട് എല്ലാം ഒതുക്കി ഇട്ട് നിന്ന് ആരാധിക്കേണ്ട ഒരവസ്ഥയിലൊക്കെ കാര്യങ്ങളുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലായിടത്തും വെള്ളമാവുകയാണ്. നമുക്കിനി ഇവിടെ ഒരു എത്രയും വേഗം ഒരു ഹോള് വെച്ചെങ്കിലേ നമുക്കിരുന്ന് ആരാധിക്കാൻ പറ്റും. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കൂടെ ഒന്ന് ഇന്റർലോക്ക് ചെയ്തിട്ട് ചെളിയൊന്നും കയറാതെ ഒരു ഹോൾ ചെറുതായിട്ട് വെച്ചാൽ 100-ലധികം പേർക്ക് ഇതിനകത്ത് തന്നെ ഇരുന്ന് ആരാധിക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കർത്താവിനോട് ചോദിക്കുക. കർത്താവ് എത്രയും വേഗം നമുക്ക് ആ ഒരു ഹോൾ തന്നില്ലെങ്കിൽ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയറെല്ലാം മാറ്റിയിട്ട്, കാരണം എല്ലായിടത്തും നനയും. എങ്ങനെയായിരുന്നാലും ടാർപ്പയ്ക്ക് ഒരു പരിധി ഉണ്ടല്ലേ. ടാർപ്പയ്ക്ക് മഴവെള്ളത്തെ പിടിച്ചേർന്നതിന് പരിധിയുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം ഇത് ഈ വെള്ളത്തിന്റെ വെയിറ്റ് കൊണ്ട് പൊട്ടി താഴേക്ക് വീണു. വെള്ളം താങ്ങി നിൽക്കുന്നില്ല അതിനകത്ത് വലിയ മഴ പെയ്യുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും പുതിയ കയർ വാങ്ങിക്കും, കെട്ടും. അടുത്ത ദിവസം പിന്നെയും പൊട്ടി വീഴും, പിന്നെയും കെട്ടും. ഇതിങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നതല്ല. ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നവർ ഇതിനകത്ത് കുറവാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ കോളനി ഏരിയയിലുള്ള പാവ അമ്മമാരല്ലേ ഇതിനകത്ത് കൂടുതൽ ഇരിക്കുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ സഹായിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലേ. ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന വസ്തുവിനകത്ത് വീട് വെച്ച് താമസിക്കുന്നവർ, അവരെ അങ്ങോട്ട് സഹായിക്കുന്നതുകൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് കഴിയാത്തത് കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനൊന്നും പറ്റി ഭാരപ്പെടരുത്. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഭാരപ്പെട്ടാൽ ഒരു അയ്യോ മഴ പെയ്യോ, ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുവോ? കർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പ രാവിലെ മഴ വേണ്ട, രാവിലെ ഇവിടെ മഴ വേണ്ട. യേശുവിന്റെ നാമത്തിൽ ദൂതന്മാരെല്ലായിടത്തും നിർത്തുകയാണ്. ഈ ആരാധന കഴിഞ്ഞിട്ട് മഴയ്ക്ക് സ്വാഗതം, അതുവരെ എന്റെ കർത്താവ് കാത്തുകൊള്ളണമേ. പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് നിൽക്കുക. അതെന്റെ ഒരു വിശ്വാസം. ദൈവം അത് ചെയ്യുമെന്ന് അല്ലേ ബ്രദറെ? അല്ലയോ? അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്താൽ ഞാൻ ചരിക്കും ചില കാര്യങ്ങളിൽ. ദൈവം അതെനിക്ക് വേണ്ടി ചെയ്യും. സ്തോത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്നിനും ആകുലപ്പെടുന്നവര് ആയിരിക്കരുത്. നിങ്ങളുടെ തലമുറയെക്കുറിച്ചോ നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ആകുലപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവിൽ വളരാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആക്കിയിട്ട് നമ്മൾ പറയുന്ന ടങ്സിനെ കോൺസെൻട്രേറ്റ് എന്താണ് നമ്മൾ പറയുന്നത്. ഓരോ വാക്കും പറയുമ്പോൾ അപ്പ മനസ്സിലാക്കി താപ്പാ, അപ്പ മനസ്സിലാക്കി തരണേ, എന്റെ മനസ്സിലോട്ട് അത് വരട്ടെ, എന്റെ ആലോചനയിലോട്ട് വരട്ടെ, എന്നെ മാറ്റണമേ കർത്താവേ, അങ്ങയുടെ സ്നേഹം എന്നിൽ നിറയട്ടെ, ഞാൻ വളരട്ടെ, എന്റെ ആത്മാവ് വളരട്ടെ കർത്താവേ. അതിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും എനിക്ക് ഗ്രഹിക്കണോപ്പാ. ശരിക്കും ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണെന്ന് വെക്കുക കേട്ടോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹം ഫീൽ ചെയ്യോ ഇല്ലയോ? ചെയ്യൂല്ലേ? ഫീൽ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിലൊന്നും വലിയ ഫീലിംഗ് ഒന്നും വരത്തില്ല. പക്ഷെ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് നമ്മളൊരു വാക്ക് കേട്ടാൽ അവസാനം വരെ ജീവിക്കാൻ നമുക്ക് അത് പോരെ, മതി. ദാറ്റ്സ് എനഫ്. അത് മതി നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു സ്നേഹ ഭാഷ നിങ്ങൾ കേൾക്കണം. ഞാൻ ചില സമയത്ത് ദുഃഖിച്ച് ഭാരപ്പെട്ടിരുന്ന് കരയാറൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പൊ അത് ഒത്തിരിയും കുറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ കൃപയാല്. ഞാൻ കരയും, രാത്രികളിൽ നിന്ന് കരയും. ഭാരം കാരണം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷകളിൽ ഞാൻ സംസാരിച്ച് കരയും. ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യാഖ്യാനം പെട്ടെന്ന് വരികയാണ്. വ്യാഖ്യാനം കിട്ടി തുടങ്ങിയ ശേഷമാണ്, നീ കരയുന്നത് എന്തിന്? എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ആരും കരഞ്ഞോണ്ടിരുന്നപ്പോ വന്ന് ചോദിക്കാത്തൊരു ചോദ്യം. നീ കരയുന്നത് എന്തിന്? എഴുന്നേൽക്ക്, ബലപ്പെട്, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ നിമിഷം എന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് നിന്നു. എന്റെ ഹൃദയത്തിലെ മുറിവുകൾ കെട്ടപ്പെട്ടു. ഹല്ലേലൂയ. അതിനുശേഷം ഒരു കാര്യത്തിനും അമൃത ആകുലപ്പെട്ട് കരഞ്ഞിട്ടില്ല. കാരണം വലം കൈ പിടിച്ചിരിക്കുകയല്ലേ, ഇനി ഇട്ടിട്ട് പോകത്തില്ലല്ലോ. വലം കൈ പിടിച്ചിരിക്കുന്നു. കരയുന്നത് നിർത്ത്, കരയല്ലേ എന്ന് പറയാൻ ഒരാള്. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വീഴുമ്പോ ഉണ്ടല്ലോ, കുഞ്ഞു പ്രായത്തിൽ വീഴുമ്പോ തറയിലാ വീഴുന്നത്. അവര് കുഞ്ഞുങ്ങളൊക്കെ വീഴുന്ന സമയത്ത് ആര് പോയി എടുത്താലും ഇവര് കരച്ചിൽ കയറത്തില്ല. കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാം. അമ്മ അങ്ങോട്ട് എടുത്ത് തോളയിട്ട്, പോട്ട് മോളെ പോട്ടെ, ഈ തറയ്ക്ക് ഇട്ട് 2 ചവിട്ടുമൊക്കെ കൊടുക്കും. തറയാണല്ലേ നിന്നെ തള്ളിയിട്ടത്, ഇപ്പൊ കാണിച്ചു തരാം
അന്നേരം അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസം അല്ലേ. അവിടെ വെള്ളം വീണത് കൊണ്ടായിരിക്കാം വീണത്, അവരുടെ കുറ്റമായിരിക്കാം. പക്ഷെ നമ്മളെ ആ ഒരു ഫ്ലോറിനെ അങ്ങ് കുറ്റമൊക്കെ അങ്ങ് പറഞ്ഞ് അവരെ അങ്ങ് ആശ്വസിപ്പിക്കുമ്പോൾ കരച്ചിൽ നിർത്തും. എത്ര പൊടി കുഞ്ഞായിക്കോട്ടെ, അമ്മ എടുത്താൽ എടുത്തതാ, ബാക്കി ആരെടുത്താലും കരച്ചിൽ നിർത്തത്തില്ല. അതാ ദൈവത്തിന്റെ ആ ഹൃദയത്തിലെ ചൂട് നമ്മൾ അറിഞ്ഞാൽ പിന്നെ നമ്മൾ കരയത്തില്ല. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, താതന്റെ മാർവല്ലോ എന്നാശ്രയം, താതന്റെ ചൂടല്ലോ എന്ന ഭയം. അത് ആ ചൂട് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ദൈവം സംസാരിക്കുന്നതെന്ന് കേട്ടേ പറ്റും. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു മാർഗം കൂടെ ഉണ്ട്, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡായത്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ നിങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയും. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ നിൽക്കുക, പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി മെസ്സേജ് എടുക്കാൻ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ വരണം, അടുത്ത് വന്ന് നിൽക്കണം, സംസാരിക്കുക. എന്നോട് പെട്ടെന്ന് സംസാരിക്കാതെ ഞാൻ തുടങ്ങത്തില്ല. അതാ ഇവിടെ നിന്ന് കളിച്ചോണ്ട് നിൽക്കുന്നത്. നേരത്തെ വന്ന് എന്നോട് പറയാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല തുടങ്ങാനായിട്ട്. അതുവരെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിക്കും, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും ചിലപ്പോൾ. എന്നാൽ തുടങ്ങാന്ന് പറയുന്നത് എപ്പോഴെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കും. ഞാൻ വന്നിട്ടുണ്ട്, നേരത്തെ ഇല്ലെന്നല്ല, തുടങ്ങാനുള്ള സമയം പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയും കാതിൽ. അപ്പോൾ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ മുതൽ ഇത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതുവരെ ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം, അല്ലാതെ ഒന്നിനും സാധ്യമാകുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷ ആയിക്കോട്ടെ, ജോലിക്ക് പോകുന്നതായിക്കോട്ടെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് പോകണം, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കണം. ജീവിതത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവിന് ചെയ്തു തരാനായിട്ട് കഴിയും. വെറുതെ ഒരിടത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുക പെട്ടെന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമോ പെട്ടെന്ന്. ഞാൻ അവിടെ നിന്ന് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ വ്യാഖ്യാനം കിട്ടി എനിക്ക്. അവിടെ നിന്ന് മാറി നിൽക്കുക, എന്തുവാ പെട്ടെന്ന് അവിടെ നിന്ന് മാറാനായിട്ട്. ഞാൻ അവിടെ നിന്ന് ചാടി മാറിയതും വലിയൊരു ശീമപ്ലാവ് ഉണ്ട് അവിടെ നിന്നൊരു വലിയ ഒരു ശാഖ ഒന്ന് ഒടിഞ്ഞങ്ങ് വീഴും. അതെന്റെ പുറത്ത് വീഴേണ്ട സംഭവമാണ്. അപ്പൊ ആ സമയത്ത് അന്യഭാഷയെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ എനിക്ക് അതിന്റെ വ്യാഖ്യാനം കിട്ടുകയും എനിക്ക് അവിടെ നിന്ന് മാറുകയും ചെയ്യാൻ പറ്റിയത്. മനസ്സിലായോ? അങ്ങനെയും ദൈവത്തിന് നിങ്ങളെ, പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഒരു അപകടത്തിൽ ചെന്ന് ചാടാൻ പോവുകയാ, പെട്ടെന്ന് എനിക്കൊരു ആത്മാവിൽ ഒരു പ്രേരണ ലഭിക്കുന്നു, അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിക്കാം, പെട്ടെന്ന് പ്രാർത്ഥിക്കുക. എത്രയോ അവസരങ്ങൾ ഇതുപോലെ ഇൻസിഡന്റ് ഉണ്ടായി, ദേവദാസന്മാർ പറയുന്നുണ്ട്. കാറിലിരുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നുകയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്നേരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് കാർ ഒരു വളവിൽ തിരിയുമ്പോൾ ലോറിയുമായിട്ട് കൂട്ടിയിടിക്കാൻ പോകുന്നു. കേട്ടിട്ടില്ലേ ഈ സംഭവം? ആരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ലോറിയുടെ വഴിക്ക് പോയി, കാറിന്റെ വഴിക്ക് പോയി. അവിടെയോ ദൂതന്മാർ ഇറങ്ങി അവിടെ അങ്ങ് കാര്യം ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് ഏത് സമയത്തും ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇത് വേണം. ആത്മീക വർധനയ്ക്കും വളർച്ചയ്ക്കും എല്ലാത്തിനും ഈ അന്യഭാഷയും അതിൻ്റെ വ്യാഖ്യാനം പ്രധാനമായും നമുക്ക് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഞാനൊരു 10 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിനെ ഓരോ വാക്യങ്ങൾ വായിച്ച് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം. അതിന് ഇന്നിനി സമയമില്ല, മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. പ്രാർത്ഥിക്കണം ഒരു 15 മിനിറ്റ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് 2 മണിക്കൂർ പറഞ്ഞാൽ ഇതിപ്പോൾ തീരില്ല. മുമ്പേ ഞാൻ പറയുമ്പോൾ 20 മിനിറ്റ് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. 20 മിനിറ്റ് പ്രസംഗിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് മണിക്കൂറുകൾ നിന്നാലും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു തളർച്ചയില്ല, ഒരു ഭാരമില്ല, ഒരു പ്രയാസമില്ല, വാക്കുകൾക്ക് കുറവില്ല, വാക്യങ്ങൾക്ക് കുറവില്ല. ഹല്ലേലൂയ. ഇത് അമൃതയുടെ മിടുക്കുകൊണ്ടല്ല, ഇത് ദൈവശക്തി അത്രേ. ഹല്ലേലൂയ. ആ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നുള്ളത്. അത് അത്യന്തമായ ശക്തിയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് നിങ്ങൾക്ക് കൂടി വരും. ഞാൻ പറഞ്ഞ ഈ 10 കാര്യങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത്, അത് ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിലൂടെ പറയുന്നതായിരിക്കും. അടുത്ത ആഴ്ച നമുക്ക് പറയാം. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. അതിനു മുമ്പേ, ഇത് തീരുന്നതിന് മുമ്പേ നിങ്ങൾ വ്യാഖ്യാനപരവും അന്യഭാഷയൊക്കെ നിറയുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാലോ അല്പസമയം? അപ്പ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. യൂട്യൂബിലൂടെ എന്നെ കാണുന്ന സഹോദരങ്ങൾക്കായി, ആ കുടുംബങ്ങൾക്കായി, ഇവിടെ ആയിരിക്കുന്ന പ്രിയ മക്കൾക്കായി, സഹോദരങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങളെല്ലാം സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാണ്, അപ്പന്റെ മക്കളാണ്. കർത്താവേ, പുതിയ ഭാഷ ഞങ്ങൾക്ക് എല്ലാവരുടെ അവകാശമാണ്. ഞങ്ങൾക്കറിയാം, അങ്ങ് പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ പുതുഭാഷകളിൽ സംസാരിക്കും. ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ ഈ പെന്തക്കോസ്ത് ഞായർ തുടങ്ങിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അപ്പൊ പുതിയ ആത്മാവിന്റെ ഒരു നിറവ് പ്രാപിക്കാനായിട്ട് എല്ലാ മക്കളെയും സഹായിക്കണം. അടുത്ത ഒരു പടി കൂടെ വളരണം എനിക്ക് എന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഭാഷാവരമുള്ളവർ വ്യാഖ്യാനിക്കുന്നവരായി തീരട്ടെ. വ്യാഖ്യാനിക്കുന്നവർ പ്രവചിക്കുന്നവരായി തീരട്ടെ. പ്രവചിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ദൈവം തുറന്നു കൊടുക്കണം. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിലെ പരിശുദ്ധാത്മാവ് അത് ചെയ്തെടുക്കേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ഭവനങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കണം. വ്യക്തികളുടെ മേൽ അവിടുത്തെ കരം ചലിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് അന്യഭാഷ അറിയാവുന്നവർക്ക് ഇപ്പോൾ ടങ്സിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. റൈസഖാന ബാലഹസ്സുനും ധരാറബന ഹലസറേ തെരേ ദർശദോ റാബാര ഹലശമാനം ധരാറിഗന ലെത്തര ബലഹസ്സനും ധരാറിബന. യേശുവിന്റെ നാമത്തിലപ്പാ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ അങ്ങയുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കണം കർത്താവേ. ഞങ്ങൾ ആരും അവരുടെ തലയിൽ കൈവെക്കുന്നില്ല, അവരുടെ അടുത്ത് പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ അവർ ദൈവ സാന്നിധ്യം അവിടെ അനുഭവിക്കട്ടെ. അവരുടെ ശരീരങ്ങളിൽ അനുഭവിക്കട്ടെ, ഭവനങ്ങളിൽ അനുഭവിക്കട്ടെ, മുറിക്കുള്ളിൽ അനുഭവിക്കട്ടെ. ആ തീയുടെ അനുഭവം ഓരോ ശരീരങ്ങളിലേക്കും യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ധാരബല ഹലശനും ധര റേനേക്കെ ശിഖാല ബാര ഹസറും ധേരബല ഹസരു റബോന ഹസ്സേ നാം തോറിബന ലാഖസ്ബര റഖന ധീരബല ഹസ്സോന ധാരറിബന ഹലസരെ. പരിശുദ്ധാത്മാവ് പലരെയും ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ വിട്ടുകൊടുക്കാതെ, ഹൃദയങ്ങളെ വിട്ടുകൊടുക്കാതെ, ഹൃദയങ്ങളെ തോട്ടുകളെ മാറ്റാതെ, ആ മനസ്സിനെ അസ്വസ്ഥമാക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. റേലെ സമാന ഹത്തരെ കലസരോ. കർത്താവേ, ചില കുടുംബങ്ങൾക്കകത്ത് ഇപ്പോൾ വിടുതലുകൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തില് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ കരം ഇന്ന് ഭവനങ്ങൾക്കകത്ത് ഇറങ്ങി ചലിക്കണം. ഇത്ര നാളായി എനിക്ക് യേശുവിന് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടതുപോലെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന ചില ഹൃദയങ്ങളുടെ മേല് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ചിലരുടെ ആത്മ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, ഹൃദയ ദൃഷ്ടി തുറക്കട്ടെ, ആത്മാവിന്റെ ചെവികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. നിങ്ങൾക്ക് പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നവര് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചിലയിടങ്ങളിലേക്ക് ദൈവം പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. പുതുഭാഷകളിൽ സംസാരിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, ചങ്ങലകൾ അഴിയട്ടെ കർത്താവേ. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളും കുടുംബങ്ങൾക്കകത്ത് അഴിയട്ടെ, വ്യക്തികൾക്കകത്ത് അഴിയട്ടെ. തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ട് കരയുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ചലിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവിക ഭാഷകൾ എല്ലാവരുടെ അധരങ്ങളിലും വെളിപ്പെടട്ടെ. ഇപ്പോൾ കർത്താവിന്റെ അത്ഭുത സ്പർശനം എല്ലാ അധരങ്ങളിലും നടക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വായികൾ തുറന്ന് അന്യഭാഷകൾ പറയുവാന് എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. റേലെ സഖാന ധാരബല ഹസ്സനും ധരാ
ധരാറിബന ലംസാന ബാര ഹസുനം ധരാറിബന ലക്ഷേറി ഖോല രാസാന തേര റബൽ ഹസുനം ധാര റാല സെഖേന ബൽ ഹാസാമാനു ഖു തെരെ ഖലസുറു നാം ധര തെരെ ഖാന ബാല ഹസരു ധാര ഖലൈ സാര ഖലൈ ത്വരോ രസാന ധാര റീ ഖലൈ തെരെ നാം സമാന ഹത്തര ഖലസുറു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ വിടുതലുകൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. വലിയ ദൈവപ്രവർത്തികൾ ആ ഭവനങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞാൻ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. അവരെ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചങ്ങലകൾ പൊട്ടി അവർ പുറത്തേക്ക് ഇറങ്ങട്ടെ. അഭിഷേകം പ്രാപിക്കട്ടെ. കടഭാരത്താൽ ഭാരപ്പെടുന്നവര്, രോഗത്താൽ ഭാരപ്പെടുന്നവര്, ജീവിത സാഹചര്യങ്ങളാൽ ഭാരപ്പെടുന്നവര്, പരിശുദ്ധാത്മാവ് അവരെ ഇറങ്ങി വിടുവിക്കണമേ അപ്പ. യേശുവിന്റെ നാമത്തിൽ നല്ല ഉപജീവന മാർഗങ്ങൾ ചിലർക്ക് ദൈവം തരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി ആ കുടുംബത്തിലെല്ലാം വ്യാപരിച്ചതിനായി നന്ദി. അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി. പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും അടുത്ത് ഞങ്ങൾ കാണുന്നവരെയും അവരോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. യൂട്യൂബിൽ എന്നെ കാണുന്നവരെല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാവരും ഇത് അറിയണം. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇത് പ്രത്യേക ഒരു ജാതിക്കോ മതത്തിനോ ഡിനോമിനേഷനോ അകത്തുള്ളതല്ലത്. ദയവായി എല്ലാവർക്കും എത്തിച്ചാട്ടെ. അപ്പനും മക്കളുമായി ഈ നാളുകളിൽ ഒരു ആത്മബന്ധത്തിൽ വളരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു.